Hello guys, welcome back to our YouTube channel. This is Avinash. this is Ashish, and today we are back with part 3 of Mahavadar Narasimha. Yes. If you haven't watched part 1 and 2, go watch. Okay? And how do I? Okay. Sorry. Okay. Yes, we So if you are new to the channel, go watch other videos. There are many other videos. subscribe for upcoming contents. And then നാക്കൊക്കെ കുഴയുന്നതേ. നാക്കൊക്കെ കുഴയുന്നു. So we will continue anyway. We'll continue. Okay. So if you are new to the channel, go watch other videos. Yes. And if you like us, subscribe our channel and give us a like and hit the bell icon. What else? Leave us a comment. Do let us know what we have to do next. Okay, 3, That's it, 2, guys. 1. So, part 3 of Mahavadar Narasimha, okay? 3. Wait. So, 3, 2, 1, and go. പ്രഹ്ലാദ, കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ നിരാശപ്പെടുത്തുകയും ഇനി അങ്ങനെ സംഭവിക്കില്ലെന്ന് കരുതുകയാണ്. ഗുരുമുഖത്തു നിന്നും നീ ഇതുവരെ അഭ്യസിച്ച പാഠങ്ങൾ വിശദീകരിച്ചാലും. ഗുരുകുലത്തിൽ നാം അഭ്യസിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുലത്തിന്റെ പരമശത്രു ഭഗവാൻ വിഷ്ണു ആണെന്നാണ്. അത്യുത്തമം പ്രഹ്ലാദ, അത്യുത്തമം. ആ വിഷ്ണുവിന്റെ മഹിമ നിന്നിൽ നിന്ന് മാഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് നിന്റെ വിദ്യാഭ്യാസം പാരമ്യത്തിലെത്തിയത്. ഷണ്ഡ, അമർക്ക, നാം നിങ്ങൾക്ക് 100 പൊൻപണം ഉപഹാരമായി നൽകുകയാണ്. ഇതിലൊന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ മഹാപ്രഭു. നിങ്ങളാണെങ്കിൽ ഞങ്ങളുടെ കടമയല്ലേ നിറവേറ്റിയത്. പ്രഭു, എന്നാലും ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. വിഷ്ണുവിനെ കടുത്ത വിരോധിയായി കണ്ട് നീ നമ്മെ ത്രസിപ്പിച്ചിരിക്കുന്നു. എന്നോടൊന്ന് ദയവായി ക്ഷമിച്ചാലും പിതാവേ, അങ്ങയുടെ ആവശ്യം ഞാൻ ഗുരുകുലത്തിലെ രീതികൾ പിന്തുടരണമെന്നാണ്. നാം അതനുസരിച്ചു. പക്ഷേ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഇതുവരെ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. നാം ഒരിക്കലും പരമാത്മാവായ വിഷ്ണു ഭഗവാനെ ശത്രുവായി കാണുകയില്ല. പിതാവേ, അങ്ങ് ആരെയെങ്കിലും അങ്ങയുടെ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ അങ്ങയുടെ മനസ്സിലുള്ള കാമം, ക്രോധം, ലോഭം, മോഹം എന്നീ വികാരങ്ങളെയും ശത്രുവായി കാണുക. 3 ലോകങ്ങളും ആഴുക എന്നത് എളിയ കാര്യമാണ്. എന്നാൽ ഈ ക്രൂര വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നത് അതികഠിനമാണ്. മതിയാക്ക്. ദേവഗണങ്ങൾ പോലും ഹിരണ്യകശിപുവിന്റെ മുൻപിൽ നിന്ന് സംസാരിക്കാൻ ഭയപ്പെടുമ്പോൾ ഇന്നലെ പിറവിയെടുത്തൊരു ബാലകൻ നമ്മെ ഉപദേശിക്കുന്നുവോ? കോപാകുലനാകരുത് പിതാവേ, ഞാൻ അങ്ങയുടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പരമാത്മാവിനോടുള്ള അങ്ങയുടെ വിരോധം വിടിഞ്ഞ് ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ ശരണപാദം പൂജിച്ചാലും. ലോകത്തിന്റെ അധിപനായ നാം ആ വിഷ്ണുവിന് മുൻപിൽ ശരണപാദം പിന്തുടരണമെന്നാണോ? ഈ ഹിരണ്യകശിപുവിനെ വധിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. ഇത് മറന്നോ പുത്ര? ഇപ്പോ ആരെയാണോ അന്ധമായി ആരാധിക്കുന്നത് അവൻ തന്നെയാണ് നിന്റെ ചെറിയച്ഛൻ ഹിരണ്യാക്ഷനെ വക വരുത്തിയത്. നിനക്ക് നിന്റെ ചെറിയച്ഛനോട് ഒരു താരി പോലും സ്നേഹം തോന്നുന്നില്ലേ? യാതൊരു പ്രകോപനവും കൂടാതെയാണ് ചെറിയച്ഛൻ ഭൂമിദേവിയെ ഗർഭോദക കടലിലേക്ക് തള്ളിയിട്ടത്. അതൊരു കൊടും അപരാധമായിരുന്നു. അതിനാൽ ഭഗവാൻ വരാഹ രൂപത്തിൽ അവതരിച്ച് ചെറിയച്ഛനെ വധിച്ചതിൽ തെറ്റൊന്നുമില്ല. ചുറ്റിയ നാഗം ധ്വംസിക്കാതെ പോകില്ല എന്ന് പഴമൊഴിയിൽ പറഞ്ഞത് സാധൂകരിക്കും വിധം നീയിപ്പോ പെരുമാറി. ഷണ്ഡ, അമർക്ക, നിങ്ങളുടെ ജോലി നിങ്ങൾ പരിപൂർണമായി ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇരുവർക്കും 100 ചാട്ടവാറടി തെറ്റിനുള്ള ശിക്ഷയായി നാം വിധിക്കുകയാണ്. ക്ഷമിച്ചാലും പ്രഭു, ഞങ്ങളോട് ക്ഷമിച്ചാലും പ്രഭു. ദയവായി ഞങ്ങൾക്ക് ശിക്ഷ വിധിക്കരുത്. പ്രഹ്ലാദന്റെ ഈ പെരുമാറ്റത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല പ്രഭു. ഞങ്ങൾ പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ പ്രഹ്ലാദന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഞങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നേയില്ല. അത് മാത്രമല്ല, ഗുരുകുലത്തിലെ മറ്റു കുട്ടികളെയും അങ്ങക്കെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പ്രഭു. പ്രഭു, അങ്ങയുടെ മകൻ പ്രഹ്ലാദൻ ജന്മം കൊണ്ട് തന്നെ കുലത്തിനെതിരായവനാണ്.
ഇതിൽ ഞങ്ങൾ ചെയ്ത അപരാധം എന്താണ് മഹാപ്രഭോ? ഹിരണ്യകശിപു കണ്ടില്ലേ ആ വിഷ്ണുവിന്റെ മായാവിദ്യകൾ നീയെടുത്ത How can someone be so cruel? വലിയൊരു അപരാധമാണ് ഈ പ്രവർത്തിക്കുന്നത്. അതല്ല പറഞ്ഞേ, ഇതിന് ലോകത്തിലെ ചരിത്രം ഏറ്റവും സാക്ഷിയാണ്. ക്രൂവലായിട്ടുള്ള അസുരൻ. ഇന്നേ വരെ ഒരു പിതാവും തന്റെ പുത്രന് വധശിക്ഷ വിധിച്ചിട്ടില്ല. അങ്ങ് ഇപ്രകാരം ഒരു തീരുമാനം എടുക്കരുത്. No. There is നാം ഇങ്ങനെ ഒരു വിധി കൽപ്പിച്ചപ്പോൾ നമ്മുടെ മനസ്സ് വ്യാകുലപ്പെട്ടില്ലെന്ന് കരുതരുത് കയ്യാതു. പിതാവ്. നാം കേവലം ഒരു പിതാവ് മാത്രമല്ല, അസുരകുലം അടക്കി വാഴുന്ന ചക്രവർത്തി കൂടിയാണ്. ഈ കുലം സംരക്ഷിക്കുക എന്ന കർത്തവ്യം എന്നിൽ നിക്ഷിപ്തമാണ്. നാം ഇന്ന് പ്രഹ്ലാദനെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ അസുരകുലത്തിന് വിനാശം വിതയ്ക്കാൻ പോകുന്ന കാരണഭൂതനായി അവൻ മാറിയേക്കാം. പ്രഹ്ലാദൻ കേവലം 5 വയസ്സുള്ള ഒരു ബാലകനല്ലേ? ഓ, അങ്ങയുടെ പുത്രനല്ലേ? അസുരകുലത്തിൽ വാഴുന്ന പ്രജകൾക്ക് ബലഹീനമായ മനോധൈര്യമാണുള്ളതെങ്കിൽ യാതൊരു സ്ഥാനവുമില്ല കയ്യാതു. ദയവായി അങ്ങ് ഇതിന് അനുവദിക്കരുത്. തന്നെ നിങ്ങളുടെ വളർത്ത് പ്രഹ്ലാദന്റെ ശിരസ് ഛേദിക്കൂ. നമോ ഭഗവതേ വാസുദേവായ. ഓ, അമാന്തം എന്തിന്? അവനെ താലപുരിക്കയക്കൂ. അഞ്ച് വയസ്സാവില്ലേ? കിണ്ണൻ കലക്കി. ഇത് ഇത് എന്ത് പ്രതിഭാസമാണ് ഗുരുദേവ? ഇത് പ്രതിഭാസമൊന്നുമല്ല. കപടധാരിയായ ആ വിഷ്ണു നിന്നെ നേർക്കുനേർ വെല്ലുവിളിക്കുകയാ. കുറച്ചു മുമ്പ് നീ നിന്റെ പുത്രന് വധശിക്ഷ വിധിച്ചു. എന്നാൽ അവൻ തന്റെ ഭക്തനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇനി ഇതൊരു പുത്രനും പിതാവിനും ഇടയ്ക്ക് നടക്കുന്ന ഒരു സാധാരണ പോരാട്ടമേ അല്ല. ഇത് അഭിമാനത്തിന്റെ പോരാട്ടമാണ്. പ്രഹ്ലാദൻ എന്നതിപ്പോൾ ജാലവിദ്യക്കാരന്റെ കയ്യിലിരിക്കുന്ന പാവ പോലെയാണ്. ചലിപ്പിച്ചാൽ ചലിക്കുന്ന വെറും ഒരു പാവ. കൗശലക്കാരൻ വിഷ്ണുവിനും മധ്യേ ബലവാനാരെന്നതിനെ കുറിച്ചൊരു മത്സരം നടക്കുന്നുവെങ്കിൽ ഈ ഹിരണ്യകശിപു നമ്മുടെ സാമ്രാജ്യം ബലവത്താക്കുന്നതിനായി എന്തു മാർഗവും സ്വീകരിക്കാൻ തയ്യാറാണ് ഗുരുദേവ. അതിനുവേണ്ടി നമ്മുടെ പുത്രന്റെ ചിതയൊരുക്കുവാനും നമുക്ക് യാതൊരു മടിയുമില്ല. പടയാളികളെ, പ്രഹ്ലാദനെ നാട്ടുവഴിയിലൂടെ നടത്തി മതം പൊട്ടി നിൽക്കുന്ന ആനയുടെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കൂ. സ്വാമി, Will that work? ശരിയേതാണ് തെറ്റേതാണെന്ന് വിവരിച്ച് അങ്ങേ അനുസരിക്കുന്ന ഒരു പുത്രനായി മാറ്റിയെടുക്കാമെന്ന വാക്ക് തരുന്നു. ദയവായി അങ്ങ് എനിക്കൊരു അവസരം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കയാതു, ഒരു ഭാഗത്ത് നിന്റെ പങ്കാളിയുടെ അഭിമാനം, മറുവശത്ത് പുത്രനോടുള്ള വാത്സല്യം. എപ്പോഴും ഒരു ധർമ്മപത്നി തന്റെ പതിയുടെ പ്രൗഢിയുടെ പക്ഷത്താണ് നിലകൊള്ളേണ്ടത്. എന്നാൽ ഇത് അങ്ങയുടെ പ്രൗഢിയെയോ അഭിമാനത്തെയോ പ്രതിയല്ല, അങ്ങയുടെ അഹങ്കാരത്തെ പ്രതിയാണ്. കയാതു, മതിയാക്ക്.
എന്തൊക്കെ സാധനങ്ങളല്ലേ. ഓ നൈസ് ഡീറ്റെയിൽ. Nice detail. But still he is praying. നമോ ഭഗവതേ വാസുദേവായ. 3 ലോകത്തിനും ഹിരണ്യകശിപുവാണ് ഭഗവാൻ. പ്രഹ്ലാദ, ഇപ്പോഴും സമയമുണ്ട്. വിഷ്ണു ഭക്തി നീ വെടിഞ്ഞേക്ക്, എന്നിട്ട് ജീവൻ രക്ഷിക്കൂ. ഈ ആന മതോന്മത്തയാണ്, എന്നാൽ അതിലും മതോന്മത്തനായി നിൽക്കുന്നത് നീയാണ് പ്രഹ്ലാദ. അതെ, ഞാൻ വിഷ്ണു ഭഗവാനോടുള്ള ഭക്തിയിൽ മതോന്മതനാണ്. എന്തു ചെയ്യാനാ, അദ്ദേഹത്തോടുള്ള ഭക്തിയുടെ ഉന്മാദം അങ്ങനെയാണ്. നിർഭാഗ്യവാനായ താങ്കൾക്ക് ആ ഉന്മാദത്തിന്റെ ആനന്ദം അനുഭവിക്കാനാവുന്നില്ലല്ലോ. It's like a ഓ ഓ ആ ഒരു പായലൊക്കെ പിടിച്ച് ഓക്കെ, അത് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഉണ്ട്. ഓ So they couldn't kill him. yeah. ഉറപ്പായും ഏതോ ഒരു ദിവ്യശക്തി ഈ ബാലകനെ സംരക്ഷിക്കുന്നുണ്ട്. ജഗന്നാഥ, 5 വയസ്സേ ഉള്ളൂ. സോ ഡീറ്റെയിലിംഗ് ഷോ ചെയ്യുന്നുണ്ടോ? ആ പൂവിന്റെ ചുറ്റിനും ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സാധനം. നമോ ഭഗവതേ വാസുദേവായ. എന്താ ഇത്? താഴെയുള്ള ദൃശ്യം കാണുമ്പോൾ തന്നെ ആകെ ഭയമാവുന്നു. ഓ അവിടുന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്ക്. എത്ര മനോഹരമാണ് ഈ കാഴ്ച. കാരണം എന്തെന്നാൽ ഇതിന്റെ എല്ലാം സൃഷ്ടാവ് ഭഗവാൻ നാരായണനാണ്. ബാലക, ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയല്ല നിന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. നിന്നെ ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും താഴേക്കിട്ട് വധിക്കാൻ കൊണ്ടുവന്നതാണ്. ഓഹോ, അതെയോ? എന്നാൽ നിങ്ങൾക്ക് എന്നെ വധിക്കുവാൻ സാധിക്കില്ലല്ലോ. ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് പതിച്ചാൽ നിനക്ക് മൃത്യു സംഭവിക്കില്ലെന്നാണോ? മൃത്യു സംഭവിക്കുന്നത് ശരീരത്തിനാണ്, ആത്മാവിനല്ല. ആയതിനാൽ ഈ ശരീരത്തെ പ്രതി സങ്കോചമില്ല. ഇത്രയും ഉയരത്തിൽ നിന്ന് നിലംപതിച്ചാൽ എന്റെ ശരീരം ഛിന്നഭിന്നമായി തീരുമെന്ന് ഉറപ്പാണ്. അതോടെ ഒന്നും അവസാനിക്കുന്നില്ല. ഞാൻ വീണ്ടും പുനർജനിക്കും, മറ്റൊരു രൂപത്തിൽ, മറ്റേതോ ഒരു കുടുംബത്തിൽ, പുതിയൊരു ശരീരത്തോടെ. ഓക്കെ.
അതിന് ഈ ശരീരം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുവോ നിങ്ങൾക്ക് എന്നെ വധിക്കുവാൻ സാധിക്കുമെന്ന്? ഈ ബാലന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടുന്നു. നമ്മളെ കൊണ്ട് ഇവനെ വധിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനു നാം ഇവനെ തള്ളിയിടണം? അരുതരുത്, എന്നെ താഴേക്ക് തള്ളിയിടുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്തെന്നാൽ രാജാവിന്റെ കൽപ്പന അനുസരിക്കുക എന്നത് ഒരു സേവകന്റെ കർത്തവ്യമായിരിക്കുന്നു. നിന്റെ പിതാവ് പോലും നിന്നോട് കരുണ കാണിച്ചിട്ടില്ല. എന്നിട്ടും നിനക്കെങ്ങനെ അദ്ദേഹത്തെ വെറുക്കാനാവുന്നില്ല? പിതാവ് ബഹുമാനം അർഹിക്കുന്നു. എന്നാലും നിനക്ക് ഭയം തോന്നുന്നില്ലേ ബാല? എവിടെ വെളിച്ചം ഉദിക്കുന്നു അവിടെ ഇരുട്ട് നിലനിൽക്കുകയിൽ ഹരിയുടെ ചരണങ്ങൾ പിന്തുടർന്നാൽ പിന്നെ ഭയമെന്നത് തീരെയില്ല. ഇത്രയും നാൾ എന്റെ ജീവൻ ആരാണോ സംരക്ഷിച്ചത്, ഇനിയും ആ ശക്തി തന്നെ എന്നെ സംരക്ഷിക്കും. പക്ഷേ ഇത്തവണ നിന്നെ രക്ഷിക്കാൻ അദ്ദേഹം പ്രത്യക്ഷനായില്ലെങ്കിലോ? ചിലപ്പോൾ അവിടുത്തെ ഇച്ഛ അതായിരിക്കും. അതിലെന്തിരിക്കുന്നു? എന്തു തന്നെ സംഭവിച്ചാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഉള്ളിൽ വസിക്കുന്നത് ഭഗവാൻ വിഷ്ണുവാണ്, സർവസൃഷ്ടാവ്. എന്നെ താഴേക്ക് തള്ളിയിടുന്നതിൽ നിങ്ങൾ സങ്കോചപ്പെടരുത്. നിങ്ങളെ എന്തിനാണ് എന്റെ പിതാവ് നിയോഗിച്ചത്? ആ കടമ നിങ്ങൾ തീർച്ചയായും നിറവേറ്റുക. കുഞ്ഞു മനസ്സുള്ള ജ്ഞാനിയാണ് നീ. വിഷ്ണു ഭഗവാന്റെ ആരാധനാ പാത്രമായി നിന്നോട് ഈ പാപം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഒരു ഇമോഷൻ കൊടുത്തിരുന്നുണ്ടോ? താഴേക്ക് പോകാം. പ്രഹ്ലാദന്റെ അവശിഷ്ടങ്ങൾ എടുക്കേണ്ടതുണ്ട്. Nice. അല്ല, എന്താ ഇത്? ഹരിനാരായണ, എല്ലാം അങ്ങയുടെ വിളയാട്ടമാണല്ലോ. Even they sound believing. അവിടുത്തെ പ്രിയ ഭക്തനെ രക്ഷിച്ച് സദാ അനുഗ്രഹഭൂതനായി അങ്ങയുടെ ഭക്തർക്കെന്നും പ്രസന്നവതനായി തീരുകയാണല്ലോ. ഇന്നങ്ങ് അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിച്ച നമ്മുടെ മനസ്സിനെയും ചഞ്ചലമാക്കിയിരിക്കുന്നു. ഓം നമോ ഭഗവതേ കോപാകുലനായ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ നിരവധി തവണ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഭഗവാൻ വിഷ്ണു എല്ലാ ആക്രമണങ്ങളിൽ നിന്നും പ്രഹ്ലാദനെ രക്ഷിച്ചു. അവന്റെ ഭക്തിയുടെ മേന്മ നാനാദിക്കിലും പ്രകാശിച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നുവെന്ന് ഹിരണ്യകശിപു അറിയുവാനിടയായി. തന്റെ പ്രജകൾ തന്നെ വിരോധിയായി കാണുന്നുണ്ടെന്നും ഹിരണ്യകശിപു മനസ്സിലാക്കി. എന്നാൽ അത് സാധൂകരിക്കാൻ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. So that's it of part 3 and The movie is something else. something else. Our emotions നന്നായിട്ട് പിടിച്ചിട്ടുണ്ടല്ലേ? Animation. It's really good work, guys. We expect more and more of this to come up. This kind of movies. Yes, Yeah. this kind of movies especially. So that's that's it it. of part 3. So if you haven't watched part 1, 2 and this is part 3, finish it out. Next will be part 4, right? Yeah. We'll be back with part 4. So until then, Bye.